ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ അക്വറത്തിലേക്ക് വേണ്ടി കുറച്ച് പുതിയ മീനുകൾ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് തരാനാണ് ഈ വീഡിയോ. കുറച്ച് പീകോക്ക് ബാസിനെയാണ് വാങ്ങിയത്. 3 പീകോക്ക് ബാസ് ഓസിലറീസാണ് വാങ്ങിയത്. അതുപോലെ നമ്മുടെ പുറത്ത് ടാങ്കിൽ കിടന്നിട്ട് ചെറിയ റെഡ് ടൈൽ കാറ്റ് ഫിഷിനെയും ടൈഗർ ഷെവൽനോസിനെയും പിന്നെ നമ്മുടെ ഫ്ലോറിഡക്കാരനകത്തേക്ക് എടുത്തിട്ടുണ്ട്. സിൽവറിനുള്ള നേരത്തെ ഉണ്ടായിരുന്നതാണ്, അവനെ എടുത്തിട്ടുണ്ട്. അവനെ മാറ്റിയിട്ടില്ല നമ്മൾ. അപ്പോൾ ഇനി നമ്മുടെ അക്വറത്തിലുള്ള പുതിയ മോൺസ്റ്റർ ഫിഷസ് ഇവരൊക്കെയാണ്. അപ്പോൾ ഫ്ലോറിഡക്കാർ അറ്റാക്കിങ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മാറ്റിയത് നേരത്തെ. ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കണം, നമ്മൾ 2-3 ദിവസം ചെക്ക് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. പീകോക്ക് ബാസ് എന്ന് പറയുന്നത് നമ്മുടെ അക്വറത്തിൽ ഫിഷിൻ്റെ പ്രസൻസ് കാണിക്കുന്നൊരു, എല്ലാ സ്ഥലത്തും പ്രസൻസ് എത്തിക്കുന്ന ഒരു ഫിഷാണ് പീകോക്ക് ബാസ്. എപ്പോഴും മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ ഷെവൽനോസ് സൈലൻ്റ് ആണ്, ഒരാ സ്ഥലത്ത് നിന്ന് മാറാനുള്ള. പീകോക്ക് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫിഷസിൻ്റെ കൂടെ പീകോക്ക് ബാസ് ഒക്കെ ഇടുമ്പോഴേക്കും അത്യാവശ്യം അക്വറി ആക്റ്റീവ് ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ പീകോക്കിനെ എടുത്തത്. പിന്നെ ഫ്ലോറിഡയും അത്യാവശ്യം സൈലൻ്റ് ആണ്. ഇപ്പോൾ കൊണ്ടിട്ടത് കൊണ്ടായിരിക്കും ഫ്ലോറിഡക്കാർ സൈലൻ്റ് ആയിട്ടിരിക്കണത്. എന്തായാലും ഇവരുടെയൊക്കെ ഒരു ഫീഡിങ് വീഡിയോ എന്തായാലും പുറകെ ഉണ്ടാകുന്നതാണ്. ലൈവ് ഫീഡിങ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ലൈവ് ഫീഡിങ് വീഡിയോ ഇടാം. അതുപോലെ റെക്ടൈൽ ഇവരെല്ലാം അക്വറിയോട് സെറ്റായി വരുന്നതേ ഉള്ളൂ. സെറ്റായി വന്നതിന് ശേഷം ഇവർക്ക് ഫീഡ് ചെയ്യുന്ന വീഡിയോ ഏതായാലും പുറകെ ഇടുന്നതാണ്. നേരത്തെ കിടന്ന റെഡ് ടൈൽസ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളർന്നത് കൊണ്ട് ഒരു ടാങ്കിലേക്ക് മാറ്റിയതാണ്. ഇവരുടെ കൂടെ ഇട്ടും ശരിയാകത്തില്ല, കാരണം ഇവരെ പിടിച്ച് നിന്ന് കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റിയതാണ്. അതുപോലെ ടൈഗർ ഷെവൽനോസിനെ എടുക്കാൻ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 പേരും എടുത്തത്. അവരും ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഫിഷസിനെ നോക്കി അക്വറത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഫ്ലോറിഡക്കാർ അതല്ല അറ്റാക്കിൻ്റെ ടൈപ്പ് അല്ല, അരോണയും വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു രീതിയിലുള്ള ഒരു പരീക്ഷണമാണ്. എല്ലാ ഫിഷസിനും ഇട്ട് നോക്കുന്നത് എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ടൈഗർ ഷെവൽനോസിനെ റെഡ് ടൈൽസിനെയൊക്കെ ആഡ് ചെയ്തത് അവർ അറ്റാക്കിങ് കുറവാണ്. എന്ന് വെച്ചാൽ പിടിച്ച് കഴിക്കും, പക്ഷേ സൈസ് ചെറിയ ഫിഷസിന് മാത്രം. മറ്റുള്ള ഫിഷസ് അങ്ങനെയല്ല, അറ്റാക്ക് ചെയ്ത് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഇടേണ്ടത്. ആ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി ഡെഡ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ടൈൽസ് സേഫാണ്. അപ്പോൾ പീകോക്കിനെ കൊണ്ട് നമ്മൾ ഇട്ടപ്പോൾ നമുക്ക് പേടിയുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിഡക്കാർ വന്നപ്പോഴും നമുക്ക് ചെറിയ പേടിയുണ്ട്. പക്ഷെ നമ്മളത് ഇവരെ ഇട്ട് ഇങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, ഒരുമിച്ച് കിടന്നോളൂ ഇവർ. റെഡ് ടൈൽസ് ആണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. ചെറിയ ഫിഷസിനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. പീകോക്കും പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്തില്ലെങ്കിൽ അത് പരസ്പരം അറ്റാക്ക് ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. പീകോക്ക് ബാസിൻ്റെ സൈസ് അനുസരിച്ച് ഇവർ പരസ്പരം അറ്റാക്ക് ചെയ്ത് ചെറുതിനെ കൊല്ലുന്നവരെ ടെൻഡൻസി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേരും ഏകദേശം ഒരേ സൈസുള്ളവരെയാണ് നോക്കിയെടുത്തത്. അരോണയായിട്ട് വലിയ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കണ്ട. നമുക്ക് ഈ ഫ്ലോറിഡക്കാരനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകാതെ ചെക്ക് നോക്കണം നല്ല രീതിക്ക്. ഫ്ലോറിഡക്കാർ അങ്ങോട്ട് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സൈസാണ്. എന്തായാലും ഫൈറ്റ് അടിക്കാനേ ഉള്ളൂ, പിടിച്ച് കഴിക്കാനുള്ള ടെൻഡൻസി ഇല്ല. ആ ഒരു ഫൈറ്റ് അടിക്കാനുള്ള ടെൻഡൻസി മാത്രമേ. ഇനി നമ്മൾ എന്തൊക്കെ ഫിഷിനെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുന്നതാണ്. എൻ്റെ മൈൻഡിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകെ ഓരോ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം അടുത്ത വീഡിയോസിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ ഗൈസ്, എൻജോയ് ദ വീഡിയോ.